السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد سيد الأولين والآخرين وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. നാഫിയ ഉലൂമുകൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അത് ശേഷക്കാർക്ക് പകർന്നു കൊടുക്കുവാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധന ദൗത്യങ്ങൾ എന്ന അർത്ഥത്തിൽ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നല്ല ശ്രമങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതിന്റെ മഹത്തായ പ്രതിഫലനവും രണ്ടു വീടുകളിലും അല്ലാഹു നമുക്ക് കാണിച്ചു തരുമാറാവട്ടെ. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രതിവാര ചരിത്ര പഠന പരിപാടിയായ ചരിത്രപാതയിലേക്ക് എല്ലാ നല്ലവരായ സഹോദരങ്ങൾക്കും ശ്രോതാക്കൾക്കും സ്നേഹസമ്പന്നമായ സ്വാഗതം. ചരിത്രപാതയിൽ നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തോടൊപ്പമാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം നാം ആരംഭിക്കുകയുണ്ടായത് നമ്മുടെ പരിമിതികളെ സംബന്ധിച്ച് പരിതപിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു മഹാനുഭവന്റെ ജീവിത ചരിത്രങ്ങൾ മുഴുവനും പെറുക്കിയെടുക്കുവാനും അവതരിപ്പിക്കുവാനും നമ്മുടെ സമയങ്ങൾക്ക് ദൈർഘ്യമുണ്ടാവില്ല. അതാണ് നമ്മുടെ പരിമിതി എന്ന് പറയുന്നത്. എന്നിരുന്നാലും ആ മഹാനുഭവന്റെ മഹത്തായ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഏടുകൾ പരിശോധിക്കുവാനും പരതുവാനുമാണ് നാം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം നേരത്തെ ഉണർത്തിയ പോലെ മഹത്തായ പാഠങ്ങളുണ്ട്. നമുക്ക് പഠിക്കുവാനും പകർത്തുവാനും വ്യക്തിപരമായും സാമൂഹ്യമായും സാമ്പത്തികമായും എല്ലാ അർത്ഥത്തിലുമുള്ള പാഠങ്ങൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലുണ്ട്. എല്ലാ സഹാബിമാരുടെയും ജീവിതത്തിലുള്ളതുപോലെ തന്നെ. കാരണം അവർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിച്ചവരാണ്. നബിയുടെ കണ്ണിന്റെയും കാതിന്റെയും മുമ്പിൽ കിടന്നു വളർന്നവർ, നബിയുടെ പാഠശാലയിൽ അഭ്യസിച്ചവർ, വളർന്നവർ. നബിയുടെ കൺവട്ടത്ത് അവരുടെ ജീവിതങ്ങൾ അവർ പിടിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങൾ അസംഖ്യമാണ്. നമ്മൾ പറയുകയുണ്ടായി, ജീവിതത്തിലെ ഓരോ മുഹൂർത്തങ്ങളിലും ചരിത്രത്തിന് എക്കാലം സൂക്ഷിക്കാൻ ആവശ്യമായ ഒരുപാട് നന്മകളും നേട്ടങ്ങളും ആ മഹാനുഭവൻ സ്വായത്തമാക്കി. മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ജീവചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നാം അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം വരെയുള്ള ചരിത്രങ്ങളിലാണ് കഴിഞ്ഞ ആഴ്ചയോടുകൂടെ അൽഹംദുലില്ലാഹ് എത്തിച്ചേർന്നത്. ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫയും മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ആദ്യത്തെ ഇസ്ലാമിക ഭരണാധികാരിയുമായി ഇസ്ലാമിക രാജ്യത്തിന്റെ സിംഹാസനത്തിൽ മഹാനായ അബൂബക്കർ ഇബ്നു അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു അവരോധിതനായി എന്ന ചരിത്രം നമ്മൾ പറയുകയുണ്ടായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ പിറ്റേ ദിവസം തന്നെ, അതായത് ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ മാസം 13-ാം തീയതി സുബഹി നമസ്കാരത്തിന്റെ ശേഷം ജനങ്ങളെല്ലാവരും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ മദീന പള്ളിയിൽ വെച്ച് ഖലീഫയായി ബൈഅത്ത് ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായി. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഭരണമാണ്. ആ ഭരണവുമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വല്ലാത്ത വെല്ലുവിളികളുടെ മുമ്പിലാണ്. നമുക്കറിയാം, വളരെ വ്യക്തമായ സൂചനകൾ നമ്മൾ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ പറയുകയുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥകൾ, ആശങ്കകൾ, ആധികൾ, ഇതെല്ലാം നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തോടുകൂടെ സമൂഹം എത്തിപ്പെട്ടത് ഒരുപാട് ചോദ്യചിഹ്നങ്ങളുടെ മുമ്പിലായിരുന്നു.
അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാം ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനിക്ക് ഒരുപാട് വലിയ ദൗത്യങ്ങളാണ് നിർവഹിക്കാനുണ്ടായിരുന്നത്. കാലഘട്ടത്തിന്റെ എല്ലാ വെല്ലുവിളികളെയും ഏറ്റെടുക്കുവാനും അതുപോലെ തന്നെ അവയുടെ ഇടയിലൂടെ യാതൊരു അപകടവും അപജയവും സംഭവിക്കാതെ സമൂഹം എന്ന നൗകയെ മുന്നോട്ട് തുഴയുവാനുമുള്ള മഹത്തായ ഉത്തരവാദിത്വം ഈ മഹാനായ ഖലീഫയിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. ഇങ്ങനെ വളരെ വലിയ ഉത്തരവാദിത്വത്തോടുകൂടെ മുസ്ലിമീങ്ങളുടെ കാര്യം പ്രവാചകനല്ലാത്ത മറ്റൊരാളുടെ കീഴിൽ കൃത്യമായ ഒരു ശാസ്ത്രീയമായ രൂപത്തിൽ കോർത്തെടുക്കുക എന്ന മഹത്തായ ദൗത്യത്തിന് നിയുക്തനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണം ആരംഭിച്ച അന്നു തന്നെ, അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇസ്ലാമിക സമൂഹം, ഇസ്ലാമിക രാജ്യം മറ്റൊരു വലിയ വെല്ലുവിളിയുടെ മുമ്പിൽ എത്തിച്ചേരുന്ന ദയനീയമായ ഖേദകരമായ അവസ്ഥയാണ് നാം കാണുന്നത്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തിന്റെ ആ ഞെട്ടലിൽ നിൽക്കുന്ന ഇസ്ലാമിക സമൂഹം ഏറ്റവും വലിയ ഒരു പുതിയ പ്രശ്നത്തിന്റെ മുമ്പിലേക്കാണ് എത്തിച്ചേർന്നത്. അത് റിദ്ദത്ത് എന്ന് പറയുന്ന ഫിത്നയായിരുന്നു. നബിയുടെ വഫാത്തിന്റെ മാനസികമായ സാമൂഹികമായ വിഷമങ്ങളും വേദനകളും കാർമേഘം പോലെ മൂടിക്കെട്ടിക്കിടക്കുന്ന ഇസ്ലാമിന്റെ ആകാശത്ത് പുതിയ ഒരു പ്രശ്നം കൂടെ സംജാതമായിരിക്കുകയാണ്, വന്നു ചേർന്നിരിക്കുകയാണ്. അത് മുർത്തദ്ദുകൾ ഉയർത്തുന്ന പ്രശ്നമാണ്, റിദ്ദത്തിന്റെ പ്രശ്നമാണ്. നമ്മളെപ്പോഴും ചരിത്രങ്ങൾ കേൾക്കാറുണ്ട്, നമ്മളെപ്പോഴും ചരിത്രങ്ങൾ പറയാറുണ്ട്. മുർത്തദ്ദുകൾ രംഗപ്രവേശനം ചെയ്തതായും അവർക്കെതിരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ശക്തമായ നീക്കങ്ങൾ നടത്തുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തത്. ചരിത്രം ഒഴുക്കൻ മട്ടിൽ വായിക്കുകയോ കേൾക്കുകയോ പഠിക്കുകയോ പറയുകയോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ 1-2 വാചകങ്ങളിൽ ആ വിഷയത്തെ ഒതുക്കി തീർക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ ചരിത്രത്തെ വളരെ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കഴിയില്ല. കാരണം എന്തെന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സമുദായം കണ്ട ഏറ്റവും വലിയ ഗുരുതരമായ, അതീവ ഗുരുതരമായ പ്രശ്നമായിരുന്നു റിദ്ദത്തിന്റെ പ്രശ്നം, മുർത്തദ്ദുകളുടെ പ്രശ്നം. ആ ചരിത്രത്തിന്റെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയാമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക രാജ്യത്തെ, അതായത് ഇന്നത്തെ സൗദി അറേബ്യയും യമനും ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ വിശാലമായ ജസീറത്തുൽ അറബ് എന്ന് പറയുന്ന അറേബ്യൻ ഉപദ്വീപിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഉണ്ടായ മുർത്തദ്ദുകളുടെ രംഗപ്രവേശനത്തിൽ ഈ വിശാലമായ പ്രദേശത്തെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളും റിദ്ദത്തിലേക്ക് പോയി എന്നാണ് ചരിത്രങ്ങൾ സൂക്ഷ്മമായി പഠിപ്പിക്കുന്നത്. മുർത്തദ്ദുകൾ, അതായത് റിദ്ദത്തിലേക്ക് പോകാതെ പിടിച്ചു നിന്ന സിറ്റികൾ ആകെ 3 മാത്രമായിരുന്നു. ഒന്ന് മദീനത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന മുനവ്വറ കഴിഞ്ഞാൽ പിന്നീട് പരിശുദ്ധ മക്ക, മൂന്നാമത്തെ നഗരം തായിഫ് നഗരമായിരുന്നു. ഈ 3 മദീനകളല്ലാത്ത, ഈ 3 നഗരങ്ങളല്ലാത്ത മറ്റ് എല്ലാ നഗരങ്ങളും മുർത്തദ്ദുകളുടെ ആധിപത്യത്തിന് കീഴിലായി. സൂക്ഷ്മമായ ചരിത്രമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഗ്രാമങ്ങളിലേക്ക് വന്നാൽ ചരിത്രം പറയുന്നത്, ആധുനിക അനലൈസുകൾ നടത്തി ചരിത്രത്തെ പഠിച്ചു മനസ്സിലാക്കിയ ആൾക്കാർ പറയുന്നത്, കൃത്യമായി പറയുകയാണെങ്കിൽ ഗ്രാമങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ ഗ്രാമം, ജുവാസ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമം സൗദി അറേബ്യയിലാണ് ഇപ്പോൾ ഉള്ളത്. ബഹ്റൈന്റെ അടുത്ത പ്രദേശമാണത്. ഈ ഒരു ഗ്രാമവും നേരത്തെ നാം പറഞ്ഞ മദീന, മക്ക, തായിഫ് എന്നീ 3 നഗരങ്ങളുമല്ലാത്ത മറ്റുള്ള ഏകദേശം എല്ലാ സ്ഥലങ്ങളും, എല്ലാ പ്രദേശങ്ങളും, അവിടുത്തെ ജനങ്ങളും റിദ്ദത്തിലേക്ക് പോയി എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം സമുദായം കണ്ട ഏറ്റവും വലിയ ഇബ്തിലാ, ഏറ്റവും വലിയ പരീക്ഷണം, ഏറ്റവും വലിയ പ്രയാസം, പ്രതിസന്ധി ഇത് മുർത്തദ്ദുകളുടേതായിരുന്നു എന്ന് പറയാൻ കാരണം, ബനു ഹനീഫ, ബനു അസദ്, അബസ്, ദുബിയാൻ
ബനു ഖുലാ, കിന്ദ, ബനു തമീം, ഖബായിലുൽ യമൻ, യമനിലെ മറ്റു വംശങ്ങൾ, അമ്മാനിലെ മറ്റു വംശങ്ങൾ, ബഹ്റൈനിലെ മറ്റു വംശങ്ങൾ, മഹ്റത്ത്, തിഹാമ എന്നീ തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനവിഭാഗങ്ങൾ, ഇവരെല്ലാം മുർത്തദ്ദായവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഇങ്ങനെ നമുക്ക് എണ്ണി പറയാൻ ധാരാളം ഗോത്രങ്ങളുണ്ട്. ഈ ഗോത്രങ്ങളെല്ലാം ഇന്നത്തെ അത്ര വലിയ ജനസംഖ്യയും മറ്റൊന്നും ഈ പ്രദേശങ്ങളിൽ ഇല്ല എങ്കിലും ഉള്ള ജനസംഖ്യയിലെ ബഹുഭൂരിഭാഗം ആൾക്കാരും റിദ്ദത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. മദീന മുനവ്വറ സുരക്ഷിതമായിരുന്നു. കാരണം അവിടെ ഖലീഫയുടെ ആസ്ഥാനം അവിടെയാണ്. മഹാന്മാരായ സ്വഹാബിവരന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തർബിയത്ത് ആവോളം ലഭിച്ച, ജീവിത സൗഭാഗ്യം നേടിയ മഹാന്മാരായ സ്വഹാബിവരന്മാർ ജീവിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ യാതൊരു പ്രശ്നവുമില്ല. അവിടെ ആരും റിദ്ദത്തിലേക്ക് പോയില്ല എന്നാണ് ചരിത്രം പറയുന്നത്. മക്കായിലെ അവസ്ഥയും പരിതാപകരമാണ്. കാരണം എന്തെന്നാൽ മക്ക വിജയം നടന്നത് ഹിജ്റ 8-ാം വർഷത്തിലാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധം, ത്വായിഫ് യുദ്ധം തുടങ്ങിയ വിഷയങ്ങൾ, അതോടുകൂടെ തന്നെ നബിയുടെ വിടവാങ്ങൽ, ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുമായി വളരെ ശക്തമായ ബന്ധം ഉണ്ടായിരുന്നു ഹിജ്റ 8 കഴിഞ്ഞ് 9, 10 തുടങ്ങിയ വർഷങ്ങളിലൊക്കെ തന്നെയും. എന്നാലും മൊത്തത്തിലുള്ള പ്രബോധനത്തിന്റെ കാലം നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ഒരു സമയമാണ് ഈ 2-3 വർഷങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2-3 വർഷങ്ങളിലാണ് വയദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ എന്ന് പറഞ്ഞതുപോലെ കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഇസ്ലാമിലേക്ക് ഒഴുകിയത്. അവരൊന്നും വളരെ വേണ്ട വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നോ ഇസ്ലാമിൽ നിന്നുള്ള തർബിയത്ത് നേടിയിട്ടില്ലാത്തവരായിരുന്നു അവരിൽ ബഹുഭൂരിഭാഗം ആൾക്കാരും. അതുകൊണ്ട് തന്നെ മക്കയുടെ കാര്യം വളരെ ആശങ്കയായിരുന്നു. ജനങ്ങളൊക്കെ, മറ്റു ഭാഗങ്ങളിലൊക്കെ ഉള്ള ജനങ്ങൾ റിദ്ദത്തിലേക്ക് പോയ മാതിരി മക്കായിലുള്ള ആൾക്കാരും റിദ്ദത്തിലേക്ക് പോകുമോ എന്ന ഭയമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു അത്ഭുതകരമായൊരു സംഭവം നടന്നു. അതെന്തെന്നാൽ മക്കയിൽ ഒരു വലിയ പ്രസംഗകൻ ഉണ്ടായിരുന്നു. അയാളുടെ പേര് സുഹൈൽ ഇബ്നു അംർ എന്നായിരുന്നു. സുഹൈൽ ഇബ്നു അംർ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എന്നും വലിയ ഒരു തലവേദനയായി നിന്ന ആളായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. ബദർ യുദ്ധത്തിൽ അദ്ദേഹം ഖുറൈശികളോടൊപ്പം മുസ്ലിമീങ്ങൾക്കെതിരെ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ബദർ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ സുഹൈൽ ഇബ്നു അംർ ഉണ്ടായിരുന്നു എന്നാണ്. സുഹൈൽ ഇബ്നു അംറിനോട് എന്ത് നയം സ്വീകരിക്കണമെന്ന വിഷയത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത് അൻ യൻസിഅ സനിയതഹു, തന്റെ മുൻപല്ലുകൾ ഇങ്ങോട്ട് പറിച്ചെടുക്കണമെന്നാണ്. ഇനി അവന് പ്രസംഗിക്കാൻ കഴിയരുത്, അങ്ങനെ ചെയ്യണമെന്നാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അന്ന് പറയുകയുണ്ടായത്. അത്രമാത്രം ജനങ്ങളെ വല്ലാതെ ശല്യം ചെയ്യുന്ന ഒരു പ്രസംഗകനായിരുന്നു സത്യത്തിൽ സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ആൾ. പക്ഷേ അന്ന് മറ്റു തടവുകാരെ പോലെ തന്നെ സുഹൈൽ ഇബ്നു അംർ മോചിതനായി. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇത്രമാത്രം കർശനമായ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഉമർ അത് വേണ്ട, ഒന്നും ചെയ്യണ്ട, ദഅഹു ഫലഅല്ലഹു യഖിഫു മൗഖഫൻ യുർദില്ലാഹ വറസൂലഹു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രവചനമായിരുന്നു സത്യത്തിൽ ഇത്. നബിയുടെ പ്രവചനം, പുലർന്ന പ്രവചനങ്ങൾപ്പെട്ട ഒരു പ്രവചനമാണിത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ഉമർ ദഅഹു, അയാളെ വിട്ടേക്കൂ, ഫലഅല്ലഹു യഖിഫു മൗഖഫൻ യുർദില്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ അയാൾ ചേർന്നേക്കാവുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിക്കുകയുണ്ടായി. ആ പ്രവചനം സത്യത്തിൽ ഇപ്പോഴാണ് ഫലിച്ചത്. അവസാനം പിന്നീട് ചരിത്രം മാറി മാറി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മക്ക വിജയത്തിന്റെ അന്നോ അല്ലെങ്കിൽ അതിനു ശേഷമോ സുഹൈൽ ഇബ്നു അംറും മുസ്ലിമായി. അങ്ങനെ അദ്ദേഹം നല്ലൊരു സഹാബിയായി തീർന്നു. ഈ റിദ്ദത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ചിന്തകളുമെല്ലാം അറേബ്യയിലുടനീളം അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ മഹാനായ പ്രസംഗകനായ സഹാബി വര്യൻ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു മക്കയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജനങ്ങളെ എല്ലാവരെയും വിളിച്ചു നിർത്തിക്കൊണ്ട് ഒരു ഗംഭീരമായ പ്രസംഗം നിർവഹിക്കുകയുണ്ടായി എന്നാണ്. ലഖദ് കുൻതും ആഖിറ മൻ അസ്ലം, നിങ്ങളാണ് ഏറ്റവും അവസാനം വിശ്വസിച്ചവർ. ഫലാ തകൂനു അവ്വല മൻ ഗയ്യറ വബദ്ദൽ, മാറ്റുകയും മറിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആദ്യത്തവരായി പോകാൻ പാടില്ല മക്കക്കാരെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ദീർഘമായി പ്രസംഗിച്ച മഹാനായ സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു അവസാനം ആ പ്രസംഗം
ഉപസംഹരിക്കുമ്പോൾ അദ്ദേഹം സൂറത്ത് ആൽ ഇംറാനിലെ 144-ാമത്തെ ആയത്ത് ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل അഫഇൻ മാത ഔ ഖുതില انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الشاكرين എന്ന ആയത്ത് മുഹമ്മദ് നബിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രസ്താവം സൂറത്ത് ആൽ ഇംറാനിൽ ആ പ്രവാചകൻ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ തിരിഞ്ഞു നടക്കുകയോ അത് വല്ലാത്ത ഒരു അവിവേകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സുഹൈൽ ഇബ്നു അംറിന്റെ വാചാലമായ വിശദീകരണങ്ങൾ മക്കായിലെ ജനങ്ങളെ റിദ്ദത്തിന്റെ ഒഴുക്കിൽ നിന്ന് പിടിച്ചു നിർത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ മക്ക സുരക്ഷിതമായ ഒരു പ്രദേശമായി തീർന്നു. ഇതിലേറെ വിചിത്രമായ മറ്റൊരു ഒരു ഭാവമാണ് അല്ലെങ്കിൽ മറ്റൊരു സംഗതിയാണ് തായിഫിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റിദ്ദത്തിലേക്ക് പോവാതെ ഇസ്ലാമിനോടൊപ്പം അടിയുറച്ച് നിന്ന മറ്റൊരു മദീന, മറ്റൊരു നഗരം എന്ന് പറയുന്നത് തായിഫായിരുന്നു. തായിഫിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ ക്രൂരമായി പെരുമാറിയ ആൾക്കാരായിരുന്നു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന്റെ 10 അല്ലെങ്കിൽ 11ാമത്തെയോ വർഷത്തിൽ തായിഫ് സന്ദർശിക്കുകയുണ്ടായി. ആ ചരിത്രം സുവിധമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ നിന്നുള്ള സഹായം പ്രതീക്ഷിച്ചുകൊണ്ടും അവിടെയുള്ള ആൾക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫ് നഗരത്തിലെത്തി. പക്ഷേ വളരെ പ്രതികൂലമായ മറുപടിയായിരുന്നു അവിടെ നിന്ന് ലഭിച്ചത്. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മലക്കുകളെ വിട്ടുകൊണ്ട് തായിഫുകാരോട് ഇതിന് പ്രതികാരം ചെയ്യാൻ സന്നദ്ധത കാണിക്കുകയുണ്ടായി എന്നാണ്. പക്ഷേ അന്ന് നബി നേരത്തെ സുഹൈൽ ഇബ്നു അംറിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ച പോലെ നബി ഒരു പ്രവചനം നടത്തുകയുണ്ടായി. അസല്ലാഹു അൻ യുഖ്രിജ മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വഹ്ദഹു ലാ യുശ്റകു ബിഹി ഷൈഅൻ. അവരുടെ പരമ്പരയിൽ നല്ല ആൾക്കാർ ജനിച്ചേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യാശ പ്രകടിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ തായിഫ് നഗരത്തിലുള്ള ആൾക്കാർ, സത്യവിശ്വാസികൾ, അവർ ഇസ്ലാമിനോടൊപ്പം നിൽക്കുകയുണ്ടായി എന്നാണ്. ഇങ്ങനെ മദീന, മക്ക, തായിഫ്, ഈ മൂന്ന് നഗരങ്ങൾ മാത്രമാണ് നഗരങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമിനോടൊപ്പം നിന്നത് എന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഗ്രാമമുണ്ടായിരുന്നു, ജുവാസ എന്നാണ് ആ നാമത്തിന്റെ പേര്, ആ ഗ്രാമത്തിന്റെ പേര്. അത് ബഹ്റൈൻ ഏരിയയിലാണ്. അതിപ്പോഴുമുണ്ട്, ഇതേ പേരിൽ തന്നെയാണുള്ളത്. അവിടെ മസ്ജിദുൽ ജുമാ എന്ന് പറയുന്ന ഒരു പുരാതന പള്ളിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പള്ളിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പള്ളിയാണ് അവിടെയുള്ളത്. അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ എന്തുകൊണ്ട് റിദ്ദത്തിലേക്ക് പോവാതെ ചുറ്റുവട്ടങ്ങളിലുള്ളവരെല്ലാം റിദ്ദത്തിലേക്ക് ഒഴുകിയപ്പോഴും ഈ കൊച്ചു ഗ്രാമത്തിലുള്ള നിഷ്കളങ്കരായ ജനങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാമിന്റെ ഒപ്പം അടിയുറച്ചു നിന്നു എന്നതിനെപ്പറ്റി ചരിത്രം പറയുന്നത് ഇതാണ്. അവിടെ ഒരു പ്രധാനിയായ ഒരു കാരണവരുണ്ടായിരുന്നു, ജാറൂദ് ബിൻ യഅല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയും എന്നിട്ടും അവരോട് കാര്യങ്ങൾ വളരെ വിശദമായും വളരെ കണിശമായും വിവരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെ ഹയ്യൻ ഔ മയ്യത്തൻ, ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണ് എങ്കിലും ഇസ്ലാം എന്ന ഈ വെളിച്ചത്തിന്മേൽ തന്നെ ആയിരിക്കണം എന്ന് അവർ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആൾക്കാർ, പലപ്പോഴും തൊട്ടടുത്ത പ്രദേശം ബഹ്റൈനാണ്, ബഹ്റൈൻ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള അവിടുത്തെ ആൾക്കാരൊക്കെ യുദ്ധത്തിലേക്ക് പോവുകയും ഇസ്ലാമിനെതിരെ ശക്തമായ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്തപ്പോൾ ഈ കൊച്ചു ഗ്രാമത്തിലുള്ള നിഷ്കളങ്കരായ ഏതാനും ജനങ്ങൾ അവര് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം എന്ന അർത്ഥത്തിൽ അതിന് ഒരു വലിയ വിലക്ക് നൽകേണ്ടി വന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. മറ്റു പലരും അവരുമായുള്ള സഹവാസങ്ങളൊക്കെ ഉപേക്ഷിച്ചു, അവരുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ഉപേക്ഷിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പോലും അവർ പിടിച്ചു നിൽക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ ഇതായിരുന്നു അവസ്ഥ. റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു റിദ്ദത്തല്ല, ഏതാനും ആൾക്കാർ ഇസ്ലാമെന്ന് പുറത്തുപോയ സംഭവമല്ല, മറിച്ച് ഇസ്ലാമിക രാജ്യത്തിന്റെ ബഹുഭൂരിഭാഗം വരുന്ന പ്രദേശങ്ങളിലുള്ള ആൾക്കാരും ഗോത്രങ്ങളും പ്രധാനികളും എല്ലാവരും റിദ്ദത്തിലേക്ക് പോയ ഒരു സാഹചര്യമായിരുന്നു എന്നാണ്. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങൾ എപ്പോഴും ഉണ്ടാവും, അതൊരു ശൃംഖലയാണ്, അത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അത് എല്ലാ കാലങ്ങളിലും ഉണ്ടാവും. പക്ഷെ അത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ അതിന്റെ വിമോചനത്തിന് വേണ്ടി, ആ പരീക്ഷണങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റേതായ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ എപ്പോഴും തുറന്നു വെക്കാറുണ്ട്. അത്തരം അനുഗ്രഹത്തിന്റെ ഒരു സ്രോതസ്സായിരുന്നു
മഹാനായ ഹസ്രത്ത് അബൂ ബക്കർ ഇബ്ൻ അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വലിയൊരു നിഅമത്തായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത്തരം വളരെ പ്രതികൂലമായ, പ്രക്ഷുബ്ധമായ, വൈകാരികമായ സാഹചര്യങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തെ പിടിച്ചു നിർത്താനുള്ള, അവരെ നേർവഴിയിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തമായ ഇടപെടൽ നടത്താൻ മാത്രമുള്ള കരുത്തും കെൽപ്പുമെല്ലാം മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ഉണ്ടായിരുന്നു എന്നാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഭരണം ആരംഭിച്ച ഉടനെ തന്നെ ആദ്യമെടുത്ത തീരുമാനം എന്ന് പറയുന്നത് മഹാനായ ഹസ്രത്ത് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ റോമുകാർക്കെതിരെയുള്ള സൈന്യത്തെ നിയോഗിക്കുക എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു സത്യത്തിൽ റോമുകാർക്കെതിരെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ നിയോഗിച്ചത്. അവര് നബിയുടെ കൽപ്പന പ്രകാരം ഉസാമയുടെ നേതൃത്വത്തിലുള്ള സൈന്യം പുറപ്പെട്ടു എങ്കിലും മദീനയുടെ അതിർത്തി പ്രദേശങ്ങളിൽ എത്തുമ്പോൾ തന്നെ അവർക്ക് ഖേദകരമായ വിവരം ലഭിച്ചു. നബി തിരുമേനിക്ക് തീരെ സുഖമില്ല എന്ന വിവരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നബി തിരുമേനിക്ക് സുഖമില്ലാത്തൊരു സാഹചര്യത്തിൽ യാത്ര തുടരേണ്ടതില്ല എന്നവർ തീരുമാനിക്കുകയും പിന്നെ അധികം വൈകാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ വിവരം അവർക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ യാത്ര ഒഴിവാക്കി അവർ തിരിച്ചു വന്നതായിരുന്നു. അപ്പോ ഖലീഫയായതിനു ശേഷം ഏറ്റവും ആദ്യമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ നിയോഗിക്കുക എന്നത് തന്നെയായിരുന്നു എന്നാണ്. ഇത് സത്യത്തിൽ വല്ലാത്തൊരു ആശങ്കയാണ് മദീനയിലെ ആബാലവൃദ്ധ ജനങ്ങൾക്കിടയിലും ഉണ്ടാക്കിയത്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു യാതൊരു മടിയുമില്ലാതെ ആ കാര്യവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു സന്ദർഭത്തിൽ പല പ്രമുഖരായ സഹാബിവരന്മാരും അതിനെ സംബന്ധിച്ച് അബൂബക്കർ, നമ്മൾ വലിയൊരു പ്രശ്നത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്, ബഹുഭൂരിഭാഗം ആൾക്കാരും ഒരു അവസരം കാത്തു നിൽക്കുകയാണ്. മദീനയിൽ നിന്ന് ഇത്രയും വലിയ ഒരു സൈന്യത്തെ, ഏകദേശം 700 പേരുണ്ടായിരുന്നു എന്നാണ്, ആ 700 പേരോളം വരുന്ന നമ്മുടെ യുവാക്കളായ നമ്മുടെ സൈന്യത്തെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഷാമിലേക്ക് അയക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും മദീനയുടെ സുരക്ഷ അപകടത്തിലാവും. ആരെങ്കിലുമൊക്കെ മദീനക്കെതിരെ ആക്രമണം നടത്തിയാൽ എന്ത് ചെയ്യും? ഈ സാഹചര്യം വളരെ പ്രതികൂലമായ സാഹചര്യമാണല്ലോ എന്ന് പറയുകയുണ്ടായി. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്ഥിതി ഒന്ന് മാത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച ആ നിയോഗം, അതാണ് നമ്മുടെ ആദ്യത്തെ പരിഗണന, നമ്മൾ ആദ്യമായി പരിഗണിക്കേണ്ട വിഷയമെന്നാണ്. അദ്ദേഹം പറയും, ലൗ ജറത്തിൽ കിലാബു ബി അർജുലി അസ്വാജി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ റദത്തു ജൈശൻ വജ്ജഹു റസൂലുള്ളാഹ്. തീർച്ചയും മൂർച്ചയുമുള്ള വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റെ വാക്ക്. അദ്ദേഹം പറഞ്ഞു, ലൗ ജറത്തിൽ കിലാബു ബി അർജുലി അസ്വാജി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠകളായ ഭാര്യമാരുടെ കാലുകൾ പട്ടികൾ വലിച്ചഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും, അത്രമാത്രം പ്രതികൂലമായ സാഹചര്യം വന്നാൽ പോലും, മാറദത്ത് ജേഷൻ വജ്ജഹു റസൂലുള്ളാഹി നിയോഗിച്ച ഒരു സൈന്യത്തെ ഞാൻ ഒരിക്കലും തിരിച്ചു വിളിക്കുകയില്ല. വലാ ഹലൽതു ലിവാഅൻ അഖദഹു റസൂലുള്ളാഹി കെട്ടിക്കൊടുത്ത ഒരു പതാക ഞാൻ ഒരിക്കലും അഴിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മുർത്തദുകളെ സംബന്ധിച്ചാണ്, രിദ്ദത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ വളരെ വ്യാപകമായിരുന്നു രിദ്ദത്ത് എന്ന് പറഞ്ഞു. ആ രിദ്ദത്ത് പക്ഷെ വളരെ വ്യാപകമായിരുന്നു, എന്നാൽ വ്യത്യസ്ത അളവിലുള്ള, വ്യത്യസ്ത രൂപത്തിലുള്ള രിദ്ദത്തുകളായിരുന്നു ഉണ്ടായിരുന്നെന്ന് ചരിത്രം പറയുന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗം ഇസ്ലാമിനെ അംഗീകരിക്കുന്നു, ഷഹാദത്തുകൾ അംഗീകരിക്കുന്നു, എല്ലാ കർമ്മങ്ങളും അംഗീകരിക്കുന്നു, സക്കാത്ത് മാത്രം നൽകുകയില്ല. അതായിരുന്നു മുർത്തദുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ വാക്ക് ആണ് അവർക്കതിന് തെളിവ്. സൂറത്ത് തൗബയുടെ 103-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇങ്ങനെയാണ്, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സകനുൽ ലഹും വല്ലാഹു സമീഉൻ അലീം. അത് വ്യാഖ്യാനിക്കുന്നതാണ് ഖുദ്, അതുപോലെ തന്നെ തുതഹിറുഹും തുസക്കിഹിം സല്ലി ഇന്ന സ്വലാത്തക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും നബി തിരുമേനിയോടുള്ള സംബോധനയാണ്. അതുകൊണ്ട് സക്കാത്ത് വാങ്ങുക എന്ന് പറയുന്നത് നബിയുടെ കാലത്ത് നബിക്ക് ചെയ്യാനുള്ള കർമ്മമായിരുന്നു. നബി വഫാത്തായി, അതുകൊണ്ട് ഇനി അത് ആ നിയമത്തിന് പ്രാബല്യത ഇല്ല എന്നായിരുന്നു അവരുടെ വാദം. വളരെ തെറ്റായ ഒരു വിശ്വാസമായിരുന്നു അത്. ഇസ്ലാമിൽ മഅലൂമും മിനദ്ദീനി ബിൽ ദറൂറ എന്ന അർത്ഥത്തിൽ അറിയപ്പെടുന്ന ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് നിഷേധിച്ചാൽ
അത് കൊടുക്കാതിരുന്നാൽ തീർച്ചയായും അത് ഗുരുതരമായ രിദ്ധത്തിലേക്ക് തന്നെയാണ് നയിക്കുക. പ്രത്യേകിച്ചും ഇത്തരം ആൾക്കാർ, ഇങ്ങനെ വാദിച്ചിരുന്ന ആൾക്കാർ, അവര് സത്യത്തിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള താല്പര്യം കൊണ്ടല്ല ഖുർആനിലെ ആയത്തൊക്കെ ഓതിക്കൊണ്ട് സക്കാത്ത് നിഷേധിക്കുന്നത്. മറിച്ച് സ്വത്തല്ലേ, സമ്പത്തല്ലേ, അതിന്റെ 2.5% വർഷാവർഷങ്ങളിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ പിശുക്ക് അവരെ അനുവദിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് വളരെ വ്യക്തമാക്കിയത് കൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സക്കാത്ത് നിഷേധികൾ. രണ്ടാമത്തെ വിഭാഗം ഇസ്ലാമിനെ തന്നെ അവർ ഉപേക്ഷിച്ചു. മാത്രമല്ല അവർ പണ്ട് ആരാധിച്ചിരുന്ന ലാത്തയിലേക്കും ഇസ്സയിലേക്കും ഹുബുൽ അലയിലേക്കും മറ്റൊക്കെ പോയി. ഇസ്ലാമിനെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ അവരുടെ ന്യായം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു ന്യായം പറയണല്ലോ പ്രത്യക്ഷത്തിൽ. അവർ പറയുന്നത് ലൗകാന മുഹമ്മദുൻ നബിയൻ മാ മാത, മുഹമ്മദ് നബി ആണെങ്കിൽ മരിക്കുമായിരുന്നില്ല എന്നായിരുന്നു അവരുടെ വാദം. നബി മരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പറഞ്ഞൊന്നും ശരിയല്ല, അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ശരിയല്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നാ പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതകാലത്തിൽ എവിടെയെങ്കിലുമോ അല്ലെങ്കിൽ ഖുർആനോ ഒരിക്കലും തന്നെ ഈ പ്രവാചകൻ അനശ്വരനാണ്, എന്നും ജീവിക്കുന്ന ആളാണ് എന്നൊരിക്കലും പറയുകയുണ്ടായിട്ടില്ല. ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, സൂറത്തുൽ സുമർ. അപ്പം അത്തരത്തിലുള്ള രണ്ടാമത്തെ വിഭാഗം അതായിരുന്നു. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ സക്കാത്തിനെ നിഷേധിക്കുന്നവർ, രണ്ടാമത്തേത് ഇസ്ലാമിനെ പറ്റേ ഒഴിവാക്കുകയും അവരുടെ വിഗ്രഹാരാധന തുടങ്ങിയ സ്വഭാവങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തവർ. മൂന്നാമത്തെ വിഭാഗം ഈ അർത്ഥത്തിൽ ഇസ്ലാമിനെ അവർ ഉപേക്ഷിച്ചു. അത് എന്നിട്ട് അവരുടെ വഴിക്ക് പോവുകയല്ല ചെയ്തത്, മറിച്ച് മുർത്തദ്ദീങ്ങളാവാത്ത ഇസ്ലാമിൽ നിൽക്കുന്ന ആൾക്കാർക്കെതിരെ ശക്തമായി രംഗത്ത് വരാനും അവർക്കെതിരെ പ്രതികരിക്കാനും ഒക്കെ തയ്യാറായ ഒരു മൂന്നാമത്തെ വിഭാഗം. അങ്ങനെയുള്ളൊരു മൂന്നാമത്തെ വിഭാഗവും ഉണ്ടായി. മുർത്തദ്ദുകൾ പല രൂപത്തിലായിരുന്നു, പല അളവിലായിരുന്നു യുദ്ധത്തിൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. നാലാമത്തെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. നാലാമത്തെ ഒരു വിഭാഗം അവര് ഇസ്ലാമിൽ നിന്ന് പോയതോടുകൂടെ തന്നെ അവർ പ്രവാചകനാണ് എന്ന വാദവുമായി സമൂഹത്തിൽ രംഗത്ത് വന്നു. അങ്ങനത്തെ ആൾക്കാർ, അത് നാലാമത്തെ വിഭാഗം ആൾക്കാരായിരുന്നു. അതിൽ മുസൈലിമത്തുൽ ഹനഫി, അൽ കസാബ്, അൽ അസ്വദുൽ അനസി, തുലൈഹത്ത് ബിൻ ഖുവൈലിദ്, സജാഹ് തുടങ്ങിയ ആൾക്കാരൊക്കെ അവരിൽപ്പെട്ട ആൾക്കാരായിരുന്നു എന്നാണ്. അവരിൽ പലരും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തെ നിഷേധിച്ചിരുന്നില്ല എന്നാണ്. മറിച്ച് അവർ പറഞ്ഞത് വലാകിൻ ഖാലു നഹ്നു അംബിയാഉല്ലാഹി മിസ്ലഹു, ഞങ്ങളും മുഹമ്മദ് നബിയെ പോലെ നബിമാരാണ്, ഈ കാര്യത്തിൽ ഞങ്ങളും ശുറക്ക ആണ്, ഞങ്ങളും പാർട്ട്നേഴ്സ് ആണ് എന്ന ഒരു വാദമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഇത് നാലാമത്തെ. ഇങ്ങനെ പല വിധത്തിലുള്ള രിദ്ദത്താണ് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒന്നിച്ച് അടിച്ചു വീശിയത് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്കൊരു ചോദ്യം ഉണ്ടാവാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കഴിഞ്ഞപ്പോഴേക്ക് ഇത്രമാത്രം ശക്തമായ അളവിലൊരു യുദ്ധത്തിൽ ഉണ്ടാവാൻ എന്താ കാരണമെന്ന്. അത് അള്ളാഹുവിന്റെ ഒരു സാധാരണഗതിയിൽ അള്ളാഹുവിന്റെ ഒരു സുന്നത്താണത്. ഹക്കും ബാത്തിലും ഉണ്ടാവുക എന്ന് പറയുന്നത്. ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിലുള്ള നിരന്തരമായ സംഘട്ടനമാണ് സത്യത്തിൽ ഈ ലോകത്തെ ഇസ്ലാമിക ആശയത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. മാത്രമല്ല അത് ഒന്ന്. മറ്റൊന്ന്, വലിയ ഒരു ജനവിഭാഗം മുർത്തദ്ദായവരിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആൾക്കാരും എന്നല്ല ഏകദേശം എല്ലാവരും ഏറ്റവും അവസാനത്തെ 2 വർഷങ്ങളിലായി ഇസ്ലാം മതം സ്വീകരിച്ചവരായിരുന്നു. അതായത് ആമുൽ വുഫൂദ് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ 8, 9 അല്ലെങ്കിൽ 9, 10 എന്നീ 2 വർഷങ്ങൾ. ഈ 2 വർഷങ്ങളിൽ ഇസ്ലാമിലേക്ക് ധാരാളം പേർ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ മുർത്തദ്ദായി പോയ കുടുംബങ്ങളിൽ പല കുടുംബങ്ങളും ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ വന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലരും വന്നത് മുസ്ലിമീങ്ങൾ ഓരോ യുദ്ധത്തിലും വിജയിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ രംഗത്തും വിജയിച്ചുകൊണ്ടിരിക്കുന്നു, അവർ മദീനയിൽ ശക്തരായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ അവരുടെ അടുക്കൽ എത്തുമ്പോൾ നമുക്കും അതാവാം എന്ന അർത്ഥത്തിലുള്ള ഒരു കൂട്ടമായി വന്ന് ഇസ്ലാം സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ മാത്രം ഇസ്ലാമിൽ വന്ന ആൾക്കാരായിരുന്നു. അവർക്ക് ശാരീരികമായി അവർ മുസ്ലിമീങ്ങളാണെങ്കിലും മാനസികമായി അവർ അത്രമാത്രം വലിയ തർബിയത്ത് ലഭിച്ചവരോ അല്ലെങ്കിൽ അത്രമാത്രം വലിയ ശിക്ഷണങ്ങൾ ലഭിച്ചവരോ ഒന്നും ആയിരുന്നില്ല. അതാണ് ഇതിന്റെ വേറൊരു കാരണം എന്ന് പറയുന്നത്. മാത്രമല്ല
സ്വത്ത്, ഗനീമത്ത്, രാഷ്ട്രീയ ശക്തി, ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് വന്ന ആൾക്കാരും ഉണ്ടാവാം. അതേപോലെ തന്നെ മുസ്ലിമീങ്ങൾ വളർന്നു വരികയാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഓലപ്പം കൂടുതലാണ്, സുരക്ഷിതമായി ജീവിക്കാൻ നല്ലത്, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാവാം. അങ്ങനെയൊക്കെ വന്ന ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു വിഭാഗം ആൾക്കാർ, അവർ വന്നത് സാധാരണഗതിയിൽ വംശീയത എന്ന് പറഞ്ഞാൽ അറബികളുടെ ഒരു പ്രധാനപ്പെട്ട വികാരമാണ്. വംശീയത എന്ന് പറഞ്ഞാൽ വംശത്തിന്റെ, ഗോത്രത്തിന്റെ, കുലത്തിന്റെ നേതാവ് എന്ത് തീരുമാനമെടുത്തോ അത് ശരിയോ തെറ്റോ എന്നൊന്നും ചിന്തിക്കാതെ നേതാവിന്റെ ഒപ്പം നിൽക്കുക. അതാണ് അറബികൾക്ക് എക്കാലവുമുള്ള അവരുടെ ഒരു ശീലം എന്ന് പറയുന്നത്, ശൈലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പല കുടുംബങ്ങളിലെയും ആൾക്കാർ, പൊതുജനങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് അവരുടെ നേതാവ് ഇസ്ലാമെന്ന് സ്വീകരിച്ചു. അവരുടെ നേതാവ് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ എന്തെങ്കിലും ജാഹോ അല്ലെങ്കിൽ മാലോ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതായിരിക്കാം. എന്തായിരുന്നാലും അതിന്റെ കൃത്യമായ ഹദ്ദുകളോ ഫർദുകളോ തക്കാലീഫുകളോ മറ്റൊന്നും തന്നെ അറിയാത്ത, കൃത്യമായ ശിക്ഷണം ലഭിച്ചിട്ടില്ലാത്ത ആൾക്കാരായിരുന്നു മുർത്തദ്ദായവരിൽ കൂടുതലും എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല, കൗതുകരമായ ചില ചരിത്രങ്ങൾ പറയുന്നുണ്ട്, മുർത്തദ്ദായ ആൾക്കാരിൽ പലരും 9-ാമത്തെയോ 10-ാമത്തെയോ വർഷത്തിൽ മാത്രം ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു. അവരിൽ പലരും നബി തിരുമേനിയെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പൊ നബി വഫാത്തായി എന്ന വിവരം കേട്ടപ്പോൾ അവര് ഒക്കെ വിചാരിച്ചു, അവർക്ക് അത്രേ തർബിയത്ത് കിട്ടിയിട്ടുള്ളൂ, അവരെ കുറ്റം പറഞ്ഞിട്ടല്ല, അവർക്ക് അത്രേ തർബിയത്ത് കിട്ടിയിട്ടുള്ളൂ. അവർ വിചാരിച്ചു അന്ന ദൗലത്തുൽ ഇസ്ലാമിയത്ത് ഇൻഹാറത് ബി മൗതി മൻ അസ്സസഹ, ആ ദീൻ സ്ഥാപിച്ച മുഹമ്മദ് നബി മരിച്ചതോടുകൂടെ ആ രാഷ്ട്രം, ആ ശക്തി അവസാനിച്ചു എന്ന് അവര് പലരും വിശ്വസിക്കുകയുണ്ടായി. ഇങ്ങനെ ഇത്തരം കാരണങ്ങളാലാണ് റിദ്ദത്ത് ഇത്രമാത്രം കൊടുമയായ ശക്തമായ ഒരവസ്ഥയിൽ ഉണ്ടായത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, എപ്പോഴും അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന അർത്ഥത്തിൽ. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കൃത്യമായ ശിക്ഷണം നേടാത്തതിന്റെ കുറവ്. അതോടൊപ്പം തന്നെ ശരിയായി മാനസികമായി ഇസ്ലാമിനെ സ്വാംശീകരിച്ചിട്ടില്ലാത്തതിന്റെ കുറവ്. ഇതൊക്കെയായിരുന്നു റിദ്ദത്തിന്റെ കാരണങ്ങളായി ചരിത്രകാരന്മാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ആൾക്കാരിൽ, ഈ മുർത്തദ്ദായ ആൾക്കാർ അധികവും നാഗരികരായിരുന്നില്ല, അനാഗരികരായിരുന്നു, അറാബികളായിരുന്നു എന്നാണ്. അറാബികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ തന്നെ പറഞ്ഞു, അൽ അറാബു അശദ്ദു കുഫ്റൻ വ നിഫാഖ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പരുക്കന്മാരായ ആൾക്കാരാണ്. കാരണം നാഗരികമായ ഒരു വളർച്ച സത്യത്തിൽ അവർക്ക് നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്ലാം എന്ത് പറയുന്നു, ഇതിനൊക്കെ ബൗദ്ധികമായി, ബുദ്ധിപരമായി കാണുവാനും മനസ്സിലാക്കുവാനും ആ അർത്ഥത്തിൽ അതിനെ സ്വാംശീകരിക്കാനുമുള്ളൊരു ശേഷി അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും ഒരു ഹഖീഖത്ത് നിലക്കുള്ള ഒരു ഈമാൻ അവരുടെ മനസ്സിൽ സ്ഥാപിതമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രമാത്രം വലിയ ഒരു റിദ്ദത്ത് പടർന്ന് പിടിക്കാനുണ്ടായ കാരണമായി ചരിത്രകാരന്മാർ പറയുന്നത്. പിന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഇത്രമാത്രം വലിയൊരു വ്യാപ്തി കിട്ടാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ വംശീയതയാണ്. ഈ വംശീയത എന്നുള്ളതുകൊണ്ട് ഈ വംശങ്ങളിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഗോത്ര പ്രമുഖന്മാരിൽ പലരും ഇസ്ലാമിന്റെ ആവിർഭാവത്തോടുകൂടെ അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങളും അവരുടെ പ്രതീക്ഷകളും മറ്റുമൊക്കെ താളം തെറ്റി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. നമുക്കറിയാം, അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ കാര്യം നമുക്കറിയാം. മദീനയിലെ പ്രധാനിയായിരുന്നു അദ്ദേഹം. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ നേതാവാകേണ്ടതായിരുന്നു, മദീനയുടെ നേതാവാകേണ്ടായിരുന്നു. പക്ഷേ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതോടുകൂടി ആ ചാൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇതേപോലെ തന്നെ പിന്നെ ഉദാഹരണമായി ബനു ഹനീഫ കുടുംബത്തിൽ, യമാമയിൽ ബനു ഹനീഫ കുടുംബത്തിലെ മുസൈലിമത്ത്, ബനു അസദ് കുടുംബത്തിലെ തുലൈഹത്ത് ബിൻ ഖുവൈലിദ്, അൽ അനസി കുടുംബത്തിലെ അൽ അസ്വദ് എന്ന് പറയുന്ന ആള്, ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ അവരുടെ ഗോത്രങ്ങളിലെ പ്രധാനികളായിരുന്നു, നേതാക്കന്മാരായിരുന്നു. അവർക്കൊക്കെ സത്യത്തിൽ ഇസ്ലാം വന്നതോടുകൂടി ശക്തമായ തിരിച്ചടി ഉണ്ടായി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ അവര് തങ്ങൾക്ക് നഷ്ടപ്പെട്ട അധികാരം, തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രതീക്ഷകൾ തിരിച്ചു പിടിക്കാൻ ഇതൊരവസരമാണ് എന്ന് കരുതുകയും അവർ മുർത്തദ്ദാവുകയും ചെയ്തു. അവർ മുർത്തദ്ദായപ്പോൾ അവരുടെ കേവലം അനുയായികൾ മാത്രമായ, ഒരു ചിന്തയ്ക്കും വശംവദരാവാത്ത അവരുടെ അനുയായികളായ സാധാരണക്കാരായ ആൾക്കാർ അവരും അവരുടെ നേതാക്കന്മാരോടൊപ്പം പോയി. അതും അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്നാണ്. കസേരയിലുള്ള മോഹം, അധികാരത്തിലുള്ള മോഹം എന്ന് പറയുന്നത്. മാത്രമല്ല
അവര് സ്വാഭാവികമായും അവര് താരതമ്യം ചെയ്ത് നോക്കി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരാളായിരുന്നു. പക്ഷേ ഇപ്പൊ ഖലീഫയായി വന്നിരിക്കുന്നതോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹാബിമാരുടെ കൂട്ടത്തിൽ ഒന്നാമനാണ്. പക്ഷെങ്കിലും ഖുറൈശികളുടെ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബം അങ്ങനെ ഒരു ഒന്നാം നമ്പർ കുടുംബമാണ് എന്ന് പറയാൻ കഴിയില്ല. ഖുറൈശികൾ എന്ന് പറയുന്ന 10ഓളം കുടുംബങ്ങളിൽ ഒരു കുടുംബം, അതിലെ താഴെക്കടയിലുള്ള ഒരു കുടുംബമാണ് ബനു തൈം കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖുറൈശി ആണെങ്കിൽ തന്നെയും ബനു തൈം ആയതുകൊണ്ട് അത്ര തന്നെ അബൂബക്കറിനെ പേടിക്കേണ്ടതില്ല എന്ന ഒരു തോന്നലും ഈ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ തന്നെ ആയിരിക്കാം അവർ ഇങ്ങനെ. അതേസമയം ഇവരാരും ഇസ്ലാമിനെ എതിർത്തില്ല. അവർ ഇസ്ലാമിനെ കാരണം എന്താ, അവർക്ക് കഴിയില്ല ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നും അവർക്ക് കഴിയില്ല. കാരണം ഇസ്ലാമിന് തുല്യമായ മറ്റൊരു ആശയത്തെ കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല എന്നത് അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവര് കേവലം അവരുടെ വംശീയതയിലേക്കും അവരുടെ ഗോത്ര മഹിമകളിലേക്കും മറ്റും പോവുകയും ഇസ്ലാമിനെ സംബന്ധിച്ച് ഒന്നും പറയാതെ ഇസ്ലാമിൽ നിന്ന് തിരിഞ്ഞു പോവുകയും ചെയ്തു എന്നാണ്. മാത്രമല്ല അവരുടെ അനുയായികളെ ഈ നേതാക്കന്മാർ അവരോടൊപ്പം നിൽക്കുവാൻ പ്രേരിപ്പിച്ചു, പഠിപ്പിച്ചു, പരിശീലിപ്പിച്ചു. ബനു ഹനീഫ കുടുംബക്കാരിലെ സാധാരണക്കാരായ ആൾക്കാർ പറഞ്ഞിരുന്നൊരു വാക്ക് ചരിത്രത്തിൽ എപ്പോഴും കാണാൻ കഴിയും. അവിടെ ഒരാൾ പറയുകയുണ്ടായി, മുസൈലമത്തുൽ കദ്ദാബിന്റെ ഒരു മുർത്തദ്ദീങ്ങളിൽപ്പെട്ട മുസൈലമത്തുൽ കദ്ദാബിന്റെ അനുയായിയായിരുന്ന ഒരാൾ ഒരിക്കൽ പറയുകയുണ്ടായി, വല്ലാഹി അഅലമു അന്ന മുഹമ്മദൻ സാദിഖുൻ വഅന്ന മുസൈലിമത കാദിബുൻ. സത്യമായും എനിക്കറിയാം മുഹമ്മദ് നബി സത്യമാണ്, മുസൈലിമത്ത് കള്ളനാണ്, കളവ് പറയുന്ന ആളാണെന്ന് അറിയാം. പക്ഷേ വലാകിൻ കാദിബു റബീഅത അഹബ്ബു ഇലയ്യ മിൻ സാദിഖി മുളർ. റബീഅ ഗോത്രത്തിലെ കള്ളനാണ് മുളർ ഗോത്രത്തിലെ സത്യവാനേക്കാൾ എനിക്കിഷ്ടം എന്ന് തന്നെ പറയുന്ന, അത്രമാത്രം വലിയൊരു ധാർഷ്ട്യം എന്നാണ് ഇത് പറയുന്നത്. അങ്ങനത്തെ ഒരു ധാർഷ്ട്യം വരെ അവര് കാണിക്കുകയുണ്ടായി ജനങ്ങളൊക്കെ തന്നെയും. ഈ സന്ദർഭം വളരെ വേദനാജനകമായ സന്ദർഭമായിരുന്നു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയായിരുന്നു എന്ന്, അടിസ്ഥാനപരമായ വെല്ലുവിളി, ആശയപരമായ വെല്ലുവിളി എന്ന് പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ ആ സന്ദർഭത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വസാറൽ മുസ്ലിമൂന കൽ ഗനമിൽ മുതീറത്തി ഫി ലൈലത്തി ഷാത്തിയ. ഇരുണ്ട രാത്രിയിൽ വഴിയറിയാതെ അലഞ്ഞുതിരിയുന്ന ആടുകളെപ്പോലെയായി മാറി സമുദായം എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ പരിതപിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ധൈര്യം കാണിച്ചത്. എന്താ ധൈര്യം കാണിച്ചത്? മദീനയിലേക്ക് എന്തെങ്കിലും ഒരു സൈനിക നീക്കം ആരെങ്കിലും നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ ഉണ്ടായിരുന്ന ഏകദേശം 700ഓളം വരുന്ന ഒരു വലിയ സൈന്യം, ആ സൈന്യത്തെ റോമിനെതിരെ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിൽ ഷാമിലേക്ക് നിയോഗിച്ചു എന്നത്. വളരെ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ മദീനയിലുള്ള കാവൽക്കാരെ, ഉള്ള സൈന്യത്തെ പുറത്തേക്ക് പറഞ്ഞേക്കാന്ന് പറയുന്നത്, അത് ആ കാലഘട്ടത്തിൽ സഹാബിമാർക്ക് ആർക്കും അത് ഉൾക്കൊള്ളാൻ തന്നെ കഴിഞ്ഞില്ല എന്നാണ്. പല സഹാബിവര്യന്മാരും അതിനെ സംബന്ധിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ടായി എന്നാണ്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവർക്കെല്ലാം കൃത്യമായ മറുപടി നടത്തി. വല്ലാഹി ലാ അഹല്ലു അഖ്ദതൻ അഖദഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിയ ഒരു പതാക ഞാൻ ഒരിക്കലും അഴിക്കുകയില്ല. നബി തീരുമാനിച്ച ഒരു തീരുമാനം അതൊരിക്കലും ഞാൻ ദുർബലപ്പെടുത്തുകയില്ല, പുനഃപരിശോധിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുകയുണ്ടായി എന്നാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു നോക്കി, പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഴങ്ങിയില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ത് ന്യായങ്ങൾ പറഞ്ഞപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറയുകയാണ് ചെയ്തത്. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ പിന്നെ സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സൈന്യം എന്തായിരുന്നാലും ഒരു പ്രതീക്ഷയോടുകൂടെ പോയി തിരിച്ചു വരണമല്ലോ. അതുകൊണ്ട് തന്നെ ഉസാമ ബിൻ സെയ്ദ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരാളെ നേതാവാക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഉസാമ ബിൻ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മകനായിരുന്ന ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനിക്ക് അന്ന് ഏകദേശം 17 വയസ്സോ അല്ലെങ്കിൽ 18 വയസ്സോ മാത്രമാണ് പ്രായം.
ഇത്രയും ചെറിയ ഒരു അടിമക്കുട്ടിയുടെ, ശരിക്കും സെയ്ദ് ബിൻ ഹാരിസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദത്തുപുത്രനും അടിമയൊക്കെ ആയിരുന്നു നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മകനാണ് ഉസാമ. ഉസാമയുടെ കീഴിൽ വലിയ വലിയ സഹാബിവരന്മാരടക്കമുള്ളവർ യുദ്ധം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ്. സത്യത്തിൽ നബി നിയോഗിച്ചതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഉസാമയല്ലാത്ത വേറെങ്കിലും ഒരാളെ, കാരണം നമ്മൾ ഏതായാലും സൈന്യത്തെ അയക്കുകയാണെങ്കിൽ വിജയിച്ചു വരണമല്ലോ, അതുകൊണ്ട് നല്ലൊരു അമീറിനെ തന്നെ അയക്കണം എന്ന് പറയുകയുണ്ടായി എന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതിനെയും ചോദ്യം ചെയ്തു. സക്കിലത്തുക ഉമ്മക ഇബ്നുൽ ഖത്താബ്, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംനഉ അമീറൻ അമ്മറഹു റസൂലുള്ളാഹി അൻ ഇമാറത്തി ജയ്ഷിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിച്ച ഒരു നേതാവിനെ ഞാൻ മാറ്റുകയോ അതൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു തീർത്തു പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ ധൈര്യത്തോടെ അതീവ ധൈര്യം കാണിച്ച ഒരു സന്ദർഭമായിരുന്നു ഈ സന്ദർഭം. അങ്ങനെ രാജ്യം മുഴുവനും രിദ്ദത്തിന്റെ പ്രശ്നങ്ങൾ കത്തിയാളിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ 700 പേരടങ്ങുന്ന സൈന്യവുമായി മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ഷാമിലേക്ക് പുറപ്പെട്ടു എന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർ പുറപ്പെട്ടപ്പോൾ അടുത്തേക്ക് ചെന്നു എന്നാണ്. വാഹനപ്പുറത്ത് കയറിയിരിക്കുന്ന സൈനിക തലവനായ ഉസാമ ബിൻ സെയ്ദ് എന്ന 17 വയസ്സുകാരനോട് ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ വിനയത്തോടെ ചോദിച്ചു, ഉസാമ, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നിങ്ങളത് അനുവദിച്ചു തരുമോ എന്ന് ചോദിക്കുകയുണ്ടായി. ഖലീഫ, താങ്കൾ പറയൂ, എന്താണ്? ഖലീഫ പറഞ്ഞു, നിങ്ങൾ സമ്മതിക്കുകയാണ് എങ്കിൽ ഉമറിനെ മദീനയിൽ നിർത്താൻ എനിക്ക് സമ്മതം തരികയാണെങ്കിൽ നന്നായിരുന്നു. കാരണം എനിക്ക് വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പലതും നമ്മുടെ മുമ്പിലുണ്ടല്ലോ, ഈ വിഷയങ്ങളൊക്കെ കൂടി ആലോചിക്കാൻ ഉമർ ഇവിടെ ഉണ്ടായാൽ നന്നായിരുന്നു എന്ന്. ഉസാമ റളിയല്ലാഹു അൻഹു അത് അനുവദിക്കുകയും ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിൽക്കുകയും ചെയ്തു. ബാക്കിയുള്ള സൈന്യം മുഴുവനും ഷാമിലേക്ക് റോമക്കാർക്കെതിരെയുള്ള യുദ്ധത്തിന് പോവുകയും ചെയ്തു എന്നാണ്. റോമക്കാർക്കെതിരെയുള്ള ഈ സൈനിക നടപടി ഈ സന്ദർഭത്തിൽ നടത്തിയത് സത്യത്തിൽ മറ്റൊരു ഫലമുണ്ടാക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതീക്ഷിച്ച പോലെ തന്നെ മുർത്തദ്ദുകളായ ആൾക്കാർ ഓരോ പ്രദേശങ്ങളിലും ഈ സൈനിക നിയോഗത്തിന്റെ വാർത്ത അറിഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ ധൈര്യവാനാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കി. രണ്ടാമത്തേത്, മദീനയിൽ വലിയൊരു സൈന്യമുണ്ട്, അല്ലാതെ ആകെയുള്ള 700 ആളെ ഏതായാലും ഇത്തരം സാഹചര്യത്തിൽ പറഞ്ഞേക്കൂലല്ലോ, അതുകൊണ്ട് മദീനയിൽ വലിയൊരു സൈന്യം അവിടെ ഇനിയും ബാക്കി ഉണ്ടാകും എന്നൊക്കെ അവർക്ക് തോന്നുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തെ നിയോഗിച്ചത് ഗുണപരമായ ചില തെറ്റിദ്ധാരണകൾ ശത്രു വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയെന്നാണ്. ഉസാമയുടെ സൈന്യം വിജയിച്ചു എന്നാണ്, ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായില്ല എന്നാണ് മുസ്ലിമീങ്ങളുടെ ശക്തിയെ സംബന്ധിച്ച് ശരിക്കും ബോധ്യമുണ്ടായിരുന്ന റോമക്കാർ പിന്മാറുകയും പിന്തിരിഞ്ഞോടുകയൊക്കെയാണ് ചെയ്തത്. ദൗമത്തുൽ ജന്ദൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴൊക്കെ ഓരോ പ്രദേശങ്ങളിലൂടെ പോരുമ്പോഴും അവിടെയെല്ലാം ഇസ്ലാമിക സമൂഹത്തിന്റെ കരുത്തിന്റെ സിമ്പല് കാണിക്കുവാൻ മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു കഴിഞ്ഞു. അതൊക്കെ വലിയ ഗുണങ്ങളാണ് ഭാവിയിലുണ്ടായ മുർത്തദ്ദുകൾക്കെതിരെ ഉണ്ടായ നീക്കങ്ങളെ സഹായിച്ചത് എന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്തെ ആദ്യത്തെ നിയോഗം അങ്ങനെ നടന്നു. പക്ഷേ പ്രശ്നം മുർത്തദ്ദുകളുടെ പ്രശ്നമാണ്. അവര് ശല്യക്കാരാണ്. അവരിൽ പലരും മദീനയെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മദീനയിൽ പലതരം വികാരങ്ങളാണ് ഉണ്ടായിരുന്നത് സഹാബിവരന്മാരെ സംബന്ധിച്ചിടത്തോളം. സഹാബിവരന്മാരിൽ പലരും വലിയ നിരാശയിലായിരുന്നു എന്നാണ്. അവർ വല്ലാത്തൊരു നിരാശയിലായിരുന്നു എന്നാണ്. അവരിൽ ചിലർ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അബൂബക്കർ അഗ്ലിക അലൈക അബൂബക്കർ, നിങ്ങൾ വീട്ടിൽ വാതിലടച്ച് വീട്ടിലിരുന്നോളി, എന്തേലും നടന്നോട്ടെ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിങ്ങൾ ജീവിതകാലം വരെ അല്ലാഹുവിനെ ആരാധിച്ച് അങ്ങനെ കഴിഞ്ഞുകൊണ്ടു എന്ന് പറയുകയുണ്ടായി. മറ്റു പല സഹാബിവരന്മാരും ദുനിയാവ് അവസാനിക്കാൻ പോവുകയാണ്, ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് വന്നിരിക്കുന്നത് എന്ന ഒരു ചിന്തയിലേക്ക് വരികയുണ്ടായി. ഇതൊക്കെ അവരുടെ നിരാശയിൽ നിന്നുണ്ടാകുന്നതാണ്. മറ്റു ചില സഹാബിവരന്മാർ ഇനി ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നില്ല, നഗരത്തിൽ നിന്ന് ദൂരെ എവിടെയും മലമുകളിൽ എവിടെയും പോയി ഒറ്റയ്ക്കിരുന്ന് ജീവിക്കാൻ പോവുകയാണ്, അങ്ങനെ തീരുമാനിക്കുകയുണ്ടായി. പലരും മരുഭൂമിയിലേക്ക് പോകുവാൻ, അതായത്
ഇനിയൊന്നും വേണ്ട, ഇസ്ലാം ഇല്ലെങ്കിൽ പിന്നെ ഒന്നും വേണ്ട എന്നൊരു ചിന്തയിലേക്ക് അവരെത്തിപ്പെടും. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇസ്ലാമിനെയും അത്രമാത്രം സ്നേഹിച്ചവരാണല്ലോ. ഈ സന്ദർഭത്തിൽ സഹാബിമാരുടെ പൊതുവായ ഒരു വികാരം, ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് നമ്മളിപ്പോ ജനങ്ങളൊക്കെ മുർത്തദ്ദായി പോയി, ഇപ്പൊ നമ്മളെന്ത് ചെയ്യാനാ, അവരവരുടെ വഴിക്ക് പോകട്ടെ, നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എനിക്ക് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു അഭിപ്രായമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ നിഅമത്താണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞില്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വളരെ ധൈര്യസമേതം ഉറച്ചു നിന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള അഭിപ്രായമല്ല എനിക്കുള്ളത്, മറിച്ച് ഇസ്ലാമിനെതിരെ തിരിഞ്ഞ ഓരോരുത്തരെയും നാം നേരിടുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്ത മനസ്സിലായത്. അതായത് ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഷാമിലേക്ക് പുറപ്പെട്ടതോടുകൂടെ, ആ വിവരം അറിഞ്ഞതോടുകൂടെ ഏതാനും ചില ഗോത്ര വിഭാഗങ്ങൾ, അസദ്, ഫസാറ, അബസ്, ദുബിയാൻ എന്നീ ഗോത്രങ്ങൾ, അവരൊക്കെ മുർത്തദ്ദീങ്ങളായ ഗോത്രങ്ങളാണ്. ഈ ഗോത്രങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ദൂതനെ മദീനയിലേക്ക് അയച്ചു. ഉയൈനത്ത് ബിൻ ഹസ്ൻ അൽ ഫസാരി എന്ന് പറയുന്ന ദൂതനായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം അക്രാ ബിൻ ഹാബിസ് ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി? മദീനയിൽ ചെന്ന് ഖലീഫയുമായി ചർച്ചകൾ നടത്താൻ വേണ്ടി. അതായത് അവര് നേരത്തെ പറഞ്ഞ നമ്മള് മുർത്തദുകളുടെ ഗണത്തിൽ ഒന്നാമത് പറഞ്ഞ സക്കാത്തിനെ നിഷേധിക്കുന്നവർ മാത്രമായിരുന്നു. അതുകൊണ്ട് അവരുടെ ആവശ്യം ഇതായിരുന്നു, ഞങ്ങളെ മുസ്ലിമീങ്ങളായി അംഗീകരിക്കണം, സക്കാത്ത് ഞങ്ങളെ മേൽ ഒഴിവാക്കി തരികയും ചെയ്യണം, പിന്നെ അതിന് പകരമായിട്ട് മദീനക്കെതിരെയുള്ള ഏതു നീക്കങ്ങളിൽ നിന്നും ഞങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യാം. ഇതായിരുന്നു ചർച്ച. സത്യത്തിൽ ഇത് വല്ലാത്ത ഒരു വിഷമകരമായ സന്ദർഭമായിരുന്നു. സഹാബിവരന്മാർ ഈ വിഷയം അറിഞ്ഞു. അവരൊക്കെ വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് ഉയൈന ബിൻ ഹസൻ പറയുന്നത് അംഗീകരിക്കാം, അക്രാ ബിൻ ഹാബിസ് ഒക്കെ പറയുന്നത് അംഗീകരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുറച്ച് മുതൽ കൊടുത്തുകൊണ്ട് അവരെ തൽക്കാലം സമാധാനിപ്പിച്ച് വിടാം, പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ലഘൂകരിപ്പിക്കാം എന്ന് അവരിൽ പലരും, സഹാബിമാരിൽ പലരും അഭിപ്രായപ്പെടുകയുണ്ടായി. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, അമ്മ അന, പക്ഷേ ഞാൻ, നിങ്ങളുടെ അഭിപ്രായം ഇതാണ് എങ്കിൽ എന്റെ അഭിപ്രായം ഫഅറാ അൻ നംബുദ ഇലാ അദുവിനാ ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇസ്ലാമിന് നേരെ ആരെയും കുതിര കയറാൻ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ശത്രുവിന് നേരെ നാം ഇറങ്ങണം എന്നാണ്. എന്നിട്ട് അദ്ദേഹം അത് അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ലൗ മനഊനി ഖാലൻ, അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സക്കാത്തിനോടൊപ്പം കൊടുത്തിരുന്ന കെട്ടുകയറെങ്കിലും എനിക്കവർ വിലങ്ങിയാൽ, എനിക്കവർ തടഞ്ഞാൽ, തരാതിരുന്നാൽ, ലറഅയ്തു അൻ ഉജാഹിദഹും, ഞാൻ അവരോട് യുദ്ധം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം, ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തീർച്ചയുള്ള ഈ തീരുമാനത്തിനോട് പ്രതികരിക്കുവാൻ അവർ തയ്യാറായി. മഹാന്മാരായ സഹാബിവരന്മാരെല്ലാം ഖലീഫയോടൊപ്പം നിന്നു. അവരാരും പിരിഞ്ഞു പോകുന്നില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ, ഇവർ മുസ്ലിമീങ്ങളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്നുണ്ട്, ഇവർ സക്കാത്ത് തരുന്നില്ല എന്ന് മാത്രം. ഉമിർതു അൻ ഉഖാതില الناس حتى يشهدوا ان لا اله الا الله وان محمد رسول الله فاذا قالوها عصموا مني دماءهم واموالهم الا بحقها എന്നാണല്ലോ നബി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുക, ഇവരോട് എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റും, അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. പക്ഷേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു, ഇസ്ലാമിൽ നമസ്കാരവും സക്കാത്തും ഒരേപോലെയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിനെ പറ്റി 30 സ്ഥലങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 28 സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തോടൊപ്പം ചേർത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൽ നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് പോലെ സക്കാത്തിനെ നൽകാതിരിക്കുന്നവൻ, നിഷേധിക്കുന്നവൻ, അവനും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുകയുണ്ടായി. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശക്തമായ മറുപടികൾ സഹാബിവരന്മാർക്ക് എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു.
അബൂബക്കർ റളിയല്ലാഹു അൻഹു വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ നിൽക്കുകയാണ് എന്നറിഞ്ഞതോടുകൂടെ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള പ്രമുഖരായ സഹാബിവരന്മാർ അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, അബൂബക്കർ, നിങ്ങൾ മുർത്തദ്ദുകളോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, നല്ലത് തന്നെ. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ആരാണ് യുദ്ധത്തിന് പോകാനുള്ളത്? ആകെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഷാമിലേക്ക് യുദ്ധത്തിന് പോയി കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ആരാണ് നിങ്ങൾക്ക് യുദ്ധത്തിന് പോകാനുള്ളത് എന്ന് ചോദിക്കുകയുണ്ടായി. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിനും തീർച്ചയുള്ള മറുപടി നൽകി, ഉഖാതിലുഹും വഹ്ദി, അവരോട് ഞാൻ മാത്രമേ ഉള്ളൂവെങ്കിൽ ഞാൻ മാത്രം അവരോട് യുദ്ധം ചെയ്യുമെന്ന് പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിലൂടെ വന്നപ്പോൾ മഹാന്മാരായ സഹാബിവരന്മാരുടെ മനസ്സുകളിൽ ആത്മീയതയുടെ കുളിർ പെയ്തു വീഴാൻ തുടങ്ങി. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഒരു ശരീരമായി നിലകൊള്ളുവാൻ അവരെല്ലാവരും തീരുമാനിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫവല്ലാഹി മാ ഹുവ ഇല്ലാ അൻ റഅയ്തു അന്ന അല്ലാഹ ഖദ് ശറഹ സദ്റ അബീ ബക്കർ ലിൽ ഖത്ൽ ഫഅറഫ്തു അന്നഹു അൽ ഹഖ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചു, ഓരോ രംഗത്തെ സംബന്ധിച്ചും കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഉത്തരങ്ങൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കറിന്റെ ഹൃദയത്തിൽ യുദ്ധത്തിന് വേണ്ടിയുള്ള വികാരം ഇട്ടുകൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതാണ് ശരി എന്നെനിക്ക് മനസ്സിലായി എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നീട് അവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ മുർത്തദ്ദുകൾക്കെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്കുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയുണ്ടായി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 11 സൈന്യങ്ങളെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. 11 സൈന്യങ്ങളെ. ആ സൈന്യങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കേൾക്കുകയുണ്ടായത്. അതെന്തെന്നാൽ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഷാമിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ആ സന്ദർഭത്തിൽ അബസ്, ദുബിയാൻ തുടങ്ങിയ കുടുംബങ്ങളിലെ വംശങ്ങളിലെ യോദ്ധാക്കൾ മദീനയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഏതാനും മൈലുകൾക്ക് അടുത്തെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് കിട്ടിയത്. ആ സന്ദർഭത്തിൽ മദീനയിലുള്ള ജനങ്ങളെല്ലാം വല്ലാതെ വിഷമിച്ചുപോയി. ആരാണ് ഇവരെ നേരിടുവാൻ, ആരാണ് ഇവിടെ യുദ്ധത്തിനിറങ്ങുവാനുള്ളത്? യുദ്ധത്തിനിറങ്ങാൻ കഴിയുന്നവരൊക്കെ പുറത്തു പോയിരിക്കുകയാണ് എന്ന്. പക്ഷേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ചരിത്രത്തിലെ വലിയ നിയോഗം ഏറ്റെടുക്കാൻ സ്വന്തമായി വന്നു എന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ ഒരു സൈന്യത്തെ രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ അതിന്റെ നേതാവായി വാളും പരിചയവും എടുത്തുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ സ്വന്തമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വന്തം നേതൃത്വത്തിന് ഇറങ്ങുകയുണ്ടായി. സഹാബിവരന്മാർ പറഞ്ഞു, ഖലീഫ, അങ്ങ് ഖലീഫയാണ്, അങ്ങ് ഇവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ പോയി യുദ്ധം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചില്ല. അദ്ദേഹം തന്റെ വലതുഭാഗത്ത് നുഅ്മാൻ ബിൻ മുഖ്രിൻ റളിയല്ലാഹു അൻഹുവിനെയും ഇടതുഭാഗത്ത് അബ്ദുല്ലാഹ് ബിൻ മുഖ്രിൻ റളിയല്ലാഹു അൻഹുവിനെയും പിൻഭാഗത്ത് സുവൈദ് ബിൻ മുഖ്രിൻ റളിയല്ലാഹു അൻഹുവിനെയും നിയമിച്ചുകൊണ്ടുള്ള ഒരു വലിയ സേനയുമായി രാത്രിയുടെ അവസാനത്തിൽ മദീനയിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ്. അങ്ങനെ ഏകദേശം അബസ്, ദുബിയാൻ എന്നീ കുടുംബക്കാരുടെ സൈന്യം തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്ത് അവരെത്തി. രാത്രിയിലെത്തിയത്. രാത്രിയിൽ തന്നെ എത്തും എന്ന് ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞ് അബസ്, ദുബിയാൻ എന്നീ കുടുംബങ്ങളുടെ സൈന്യത്തിന്റെ മേലെ ശരിക്കും വെട്ടം പരക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിക സൈന്യം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ചാടി വീഴുകയും അവരെ ആക്രമിക്കുകയും അവർ വിജയിക്കുകയും ചെയ്തു എന്നാണ്. ഈ വിജയം വല്ലാത്ത ഒരു ആത്മീയമായ വിചാരമാണ് സഹാബിവരന്മാർക്ക് നൽകിയത്. അവർക്ക് ധൈര്യവും സ്ഥൈര്യവും എല്ലാം ഉണ്ടായി. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ അദ്ദേഹം നയിച്ച ഏക യുദ്ധവും ആദ്യത്തെ യുദ്ധവും ഇത് തന്നെയായിരുന്നു എന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ധൈര്യം ഉമർ റളിയല്ലാഹുവിനെ പോലും അത്ഭുതപ്പെടുത്തി എന്നാണ്. നേരത്തെ മദീനയെ ആക്രമിക്കാൻ ആരെങ്കിലും വന്നാൽ ആരാണ് പ്രതിരോധിക്കാനുള്ളത് എന്ന ചോദ്യം ഉന്നയിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു.
പക്ഷേ ആ ചോദ്യത്തിനും അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി നൽകി. എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടായിരുന്നതെന്നറിയാമോ? അജബ്ബാറുൻ ഫിൽ ജാഹിലിയത്തി വഖവ്വാറുൻ ഫിൽ ഇസ്ലാമി യാ ഉമർ. ജാഹിലിയത്തിൽ നിങ്ങൾ വലിയ പോക്കരിയായിരുന്നു, എന്നാൽ ഇസ്ലാമിൽ വന്നപ്പോൾ നിങ്ങൾ പേടിത്തൊണ്ടനായി മാറിയിരിക്കുകയാണോ ഉമർ എന്നായിരുന്നു ചോദ്യം. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ഇത്തരം മറുപടികളെല്ലാം വികാരമായി മാറുകയായിരുന്നു എന്ന ചരിത്രം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ വലിയ ഏതാനും സൈന്യങ്ങളെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. ആ സൈന്യങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പായി വളരെ പ്രധാനമായി ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. അബസ് ദുബിയാൻ കുടുംബക്കാർ മദീനയെ ആക്രമിക്കാൻ ധൈര്യപ്പെട്ടു എന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി: ശത്രുക്കൾ മദീനയെ ആക്രമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പുറത്തേക്കൊരു സൈന്യത്തെ അയക്കുന്നതിന് മുമ്പായി മദീനക്ക് കാവൽ ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉടനെ തന്നെ മദീനയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായ കാവൽ ഏർപ്പെടുത്തി. രാത്രിയും പകലും ഊഴം വെച്ചുകൊണ്ട് സഹാബിവരന്മാരായ ആയുധധാരികൾ കാവൽ നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇസ്ലാമിക രാജ്യത്തിന് കാവൽ നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. ഈ നാല് അതിർത്തികളിലും 4 ഭാഗങ്ങളിലുമായി ഉണ്ടായിരുന്ന ഈ പട്രോളിംഗ് സംവിധാനത്തെ നയിച്ചിരുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, തൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നീ 4 പ്രമുഖരായ സഹാബിവരന്മാരായിരുന്നു എന്നാണ്. ഇതോടുകൂടെ മദീനയിലെ അപാരവൃദ്ധൻ ജനങ്ങൾ ഉണർന്നെഴുന്നേറ്റു എന്ന് മാത്രമല്ല, അവരെല്ലാം ഖലീഫയോടൊപ്പം നിന്നുകൊണ്ട് വലം കൈയായി പടപൊരുതുവാൻ സർവാത്മനാ തയ്യാറാവുകയും ചെയ്തു. രണ്ടാമത്തേത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇനിയും മുർത്തദ്ദുകളായിട്ടില്ലാത്ത ഇസ്ലാമിനു മേൽ ഉറച്ചു നിൽക്കുന്ന ചില ഗോത്രങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ഗഫാർ, അസ്ലം, ജുഹൈന, മുസൈന, ബനു കഅബ്, ബനു തൈ, ബുജൈല തുടങ്ങിയ കുടുംബങ്ങൾ. ആ കുടുംബങ്ങൾ അവരൊക്കെ മദീനയുടെ അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് അവരുടെ അടുക്കലേക്ക് ദൂതനെ പറഞ്ഞയച്ചുകൊണ്ട് നമ്മളൊരു പ്രതിസന്ധിയുടെ മുമ്പിലാണ്, നമ്മൾ ഏതാനും സൈന്യത്തെ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളിലുള്ള കഴിയുന്ന ആൾക്കാരൊക്കെ മദീനയിൽ എത്തിച്ചേരണം എന്നൊരു സന്ദേശം കൊടുത്തു. ആ സന്ദേശം കേട്ടുകൊണ്ട് അവിടെ നിന്ന് ധാരാളം മുസ്ലിമീങ്ങൾ മദീനയിൽ എത്തിച്ചേർന്നു. പുതിയൊരു സൈന്യത്തെ ഉണ്ടാക്കുകയാണ്. മദീനയിൽ ഇപ്പൊ സൈന്യമില്ല, ആഭ്യന്തര സൈന്യമില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം സൈന്യത്തെ തയ്യാറാക്കുവാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായപ്പോൾ അദ്ദേഹം അടുത്ത തന്റെ കത്ത് കൊടുത്തയച്ചത് മുർത്തദ്ദുകൾക്കായിരുന്നു. ഓരോ മുർത്തദ്ദുകളുടെ കുടുംബത്തിലേക്കും അദ്ദേഹത്തിന്റെ കത്ത് കൊടുത്തയച്ചു, ദൂതനെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം, ഇല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക. ആ സന്ദേശമായിരുന്നു ആ കത്തുകളിൽ ഉണ്ടായിരുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം നേരത്തെ നാം പറഞ്ഞ പോലെ 11 സൈന്യങ്ങളെ ഉണ്ടാക്കി. ഏകദേശം 3000 മുതൽ 4000 വരെ ആൾക്കാരുണ്ടായിരുന്നു ഓരോ സൈന്യത്തിലും എന്ന് ചരിത്രം പറയുകയാണ്. ഓരോ സൈന്യത്തിനെയും നയിക്കുവാൻ വളരെ പ്രഗത്ഭരായ യോദ്ധാക്കന്മാരായ സത്യസന്ധന്മാരായ സഹാബിവരന്മാരെ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. ഒന്നാമത്തെ സൈന്യം മഹാനായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലായിരുന്നു എന്നാണ്. ഈ ഒന്നാമത്തെ സേന, ആ സേന വിഭാഗത്തിന്റെ നേതൃത്വം ആദ്യം ഖലീഫ നൽകിയത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ സെയ്ദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഖലീഫ, എന്നെ നിങ്ങൾ അമീറാക്കരുത്, ഈ യുദ്ധത്തിന്റെ നായകനാക്കരുത്. കാരണം യുദ്ധത്തിന്റെ നായകൻ എന്ന് പറയുന്നത്, നായകന്റെ ചുമതല യുദ്ധം വിജയിപ്പിച്ചെടുക്കുക, തന്റെ സൈന്യത്തെ സംരക്ഷിക്കുക, അപകടമില്ലാതെ അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണല്ലോ യുദ്ധത്തിലെ നായകന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. എനിക്ക് പക്ഷേ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമല്ല ഉള്ളത്. ഇസ്ലാമിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഷഹീദാകണം എന്നാണ് എന്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇമാറത്ത് വേണ്ട, ഞാനൊരു സാധാരണ സൈനികനായി പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് സെയ്ദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു എന്നാണ്. അത് ന്യായമായ ഒരു ആവശ്യമാണ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഖലീഫ വേറൊരാളെ അന്വേഷിച്ചു. അത് സാലിം മൗല അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനെയായിരുന്നു. അദ്ദേഹവും ഇതേ കാരണം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഞാൻ എവിടെ വെച്ചാണ് DC ആയതെന്ന് എനിക്ക് അറിയുന്നില്ല. ഞാനിവിടെ എൻ്റെ മുമ്പിലുള്ള പേപ്പറിൽ കടലാസിൽ നോക്കി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നാലും 2 മിനിറ്റായി എന്ന് സമസ്ത പറയുന്നു. സമസ്ത പറയുന്നത് തന്നെയാണല്ലോ നമ്മൾ അംഗീകരിക്കേണ്ടത്. അതുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുർത്തദ്ദുകൾക്കെതിരെ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തിനു ശേഷം ഇസ്ലാമിക സമൂഹം അനുഭവിച്ച ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്ന റിദ്ദത്തിന്റെ ആൾക്കാർക്കെതിരെയുള്ള ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് വരികയാണ്. അതിനുവേണ്ടി അദ്ദേഹം മദീന നഗരിക്ക് ശക്തമായ കാവൽ ഏർപ്പെടുത്തി. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, തൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബിമാരുടെ നേതൃത്വത്തിൽ മദീനയ്ക്ക് കാവലേർപ്പെടുത്തി. മാത്രമല്ല, ഇതുവരെയും യുദ്ധത്തിലേക്ക് പോയിട്ടില്ലാത്ത ഇസ്ലാമിനോടൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഗോത്രങ്ങൾക്ക് സന്ദേശം നൽകുകയും അവരോട് മദീനയിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം മുർത്തദ്ദുകളുടെ ഓരോ കുടുംബത്തിനും യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടുകൊണ്ടും ഇല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ടുമുള്ള മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിന്റെ സന്ദേശം ഓരോ കുടുംബങ്ങളിലും എത്തിച്ചേർന്നു. മാത്രമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വലിയ സൈനിക സന്നാഹങ്ങൾക്ക് ആരംഭം കുറിച്ചു. ആ സൈന്യത്തിലെ ഒന്നാമത്തെ സൈന്യം മഹാനായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സൈന്യമായിരുന്നു. അദ്ദേഹത്തെ 4000 സൈനികരുമായി മഹാനായ ഖലീഫ നിയോഗിക്കുന്നത് ത്വയ്യ് കുടുംബത്തിലേക്കും, അത് കഴിഞ്ഞാൽ ബനു അസദിലേക്കും, അത് കഴിഞ്ഞാൽ ബനു തമീമിലേക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ബനു ഹനീഫ കുടുംബത്തിലേക്കും പോകുവാനുള്ള വലിയ ഉത്തരവാദിത്വവുമായി മഹാനായ ഖലീഫ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി, അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുകയാണ്. ആ യാത്രയിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. മനോഹരമായി ഇസ്ലാമിക വിശ്വാസം, മഹാന്മാരായ സഹാബിവരന്മാർ എങ്ങനെയാണ് റിദ്ദത്തിനെ മനോഹരമായി പരാജയപ്പെടുത്തുന്നത് എന്ന മനോഹരമായ ചരിത്ര കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്, കേൾക്കാനുണ്ട്, പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണുമ്പോൾ നമുക്കത് പറയാം. അതുവരേക്കും അല്ലാഹു ദീനക്കും വ അമാനാതിക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.